നമ്മൾ ലോകത്തിലെ കണക്കെടുക്കുകയാണെങ്കിൽ ഓരോ 20 സെക്കൻഡിലും ഒരു രോഗിയുടെ കാല് മുറിച്ചു മാറ്റപ്പെടുന്നുണ്ട്. അതിൻ്റെ 80% കാരണം ഡയബറ്റീസ് ആണ്. അപ്പോൾ ഡയബറ്റിക് ഫുഡ് കെയർ അഥവാ പ്രമേഹ രോഗികൾ കാലിൽ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ ടോക്ക്. എന്താണ് ഡയബറ്റിക് ഫുഡ്? ഡയബറ്റിക് ഫുഡ് എന്ന് പറഞ്ഞാൽ പ്രമേഹ രോഗികളുടെ കാലിൽ ഉണ്ടാകുന്ന ചില മാറ്റങ്ങൾ കൊണ്ടുണ്ടാകുന്ന ഒരു അസുഖമാണ്. അതായത് നമ്മുടെ ഷുഗർ കാരണം ഞരമ്പിനെ ബാധിച്ച് ഞരമ്പിൽ നമുക്ക് മരവിപ്പ് അനുഭവപ്പെടുക, അതിനെ നമ്മൾ ന്യൂറോപ്പതി എന്ന് പറയും. പിന്നെ നമ്മുടെ കാലിലെ ചെറിയ ചെറിയ രക്തക്കുഴൽ ബ്ലോക്കായി അത് കാരണം നമ്മുടെ തൊലിയിൽ നിറവ്യത്യാസങ്ങൾ ഉണ്ടാവും, അതിനെ നമ്മൾ വാസ്കുലോപ്പതി എന്ന് പറയും. പിന്നീട് നമ്മുടെ ഷുഗർ കാരണം നമ്മുടെ കാലിൻ്റെ ഷേപ്പുകളൊക്കെ മാറാൻ തുടങ്ങും, അത് ഡിഫോമിറ്റി ഉണ്ടാക്കും. ഈ 3 കോമ്പണൻസ് ആണ് ഒരു ഡയബറ്റിക് ഫുഡ് എന്ന് പറയുന്നത്. നമ്മൾ ഡയബറ്റിക് ഫുഡിൻ്റെ ട്രീറ്റ്മെൻറ്റ് ബേസിക്കലി ടീം വർക്കാണ്. അതായത് നമ്മുടെ ഷുഗർ കൺട്രോൾ ചെയ്യുക, നമ്മുടെ ഫിസിഷ്യൻ അല്ലെങ്കിൽ ഡയബറ്റോളജിസ്റ്റ് ആണ് നമ്മുടെ ഷുഗർ ലെവൽസ് കൺട്രോൾ ചെയ്യുക. നമ്മളെ ഡയബറ്റിക് പേഷ്യൻസിൻ്റെ കാലിൻ്റെ കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നത് സർജൻ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് സർജൻ, ആവശ്യം വന്നാൽ വാസ്കുലർ സർജൻ. ഇങ്ങനെ ഒരു ടീമാണ് എപ്പോഴും ഒരു ഡയബറ്റിക് ഫുഡിൻ്റെ മാനേജ്മെൻറ്റ് ചെയ്യുക. എന്തൊക്കെയാണ് ഡയബറ്റിക് ഫുഡ് ലക്ഷണങ്ങൾ? അപ്പോൾ സാധാരണയായി നമ്മൾ കാലിൽ ചെറിയ നിറവ്യത്യാസങ്ങൾ കാണാം. ചില രോഗികളിൽ ഒരു ചുവന്ന നിറം അല്ലെങ്കിൽ പർപ്പിൾ നിറം എന്തെങ്കിലും കാണാം. ചില ആളുകളിൽ നമ്മുടെ നഖത്തിൻ്റെ സൈഡിൽ നിറവ്യത്യാസമോ ഇൻഫെക്ഷനോ കാണാം, അത് നമ്മൾ പെരോണിക്ക എന്ന് പറയും. ചില രോഗികളിൽ വ്രണങ്ങളോ മുറിവുകളോ ആയിട്ട് കാണപ്പെടാം, അതിനെ നമ്മൾ ഡയബറ്റിക് അൾസേഴ്സ് എന്ന് പറയും. പിന്നെ ആ അൾസറിൽ ഇൻഫെക്ഷൻ വന്ന് അതിൻ്റെ നിറവ്യത്യാസം വന്ന് കറുത്ത നിറത്തിലേക്ക് പോകും, അതിനെ നമ്മൾ ഗാംഗ്രീൻ സ്റ്റേജ് എന്ന് പറയും. ഇതൊക്കെയാണ് നമ്മൾ ഡയബറ്റിക് ഫുഡിൽ രോഗികളിൽ കണ്ടുവരുന്ന ലക്ഷണങ്ങൾ. ഡയബറ്റിക് ഫുഡിന് WHO ഒരു സ്റ്റെപ്പ് ലാഡർ പാറ്റേൺ ഉണ്ട്. അതായത് ഇനീഷ്യലി നമുക്ക് മരവിപ്പായിട്ട് വരും, പിന്നീട് അത് തൊലിയിൽ നിറവ്യത്യാസങ്ങളാവാം, പിന്നീട് അത് മുറിവായിട്ട് മാറും, മുറിവിലേക്ക് ഇൻഫെക്ഷൻ വരും, അത് ഗാംഗ്രീനായി മാറാം, പിന്നീട് അത് നമുക്ക് കാല് മുറിച്ചു മാറേണ്ട അവസ്ഥയിലേക്ക് എത്താം. അപ്പോൾ നമുക്ക് നേരത്തെ ഇത് കണ്ടെത്താൻ പറ്റി, അത് നമ്മൾ നല്ല രീതിയിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ അസെൻഡ് ചെയ്യാതെ നേരത്തെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. പ്രമേഹ രോഗികൾ കാലിൽ എന്തൊക്കെ ശ്രദ്ധിക്കണം? നമ്മൾ സാധാരണ ആൾക്കാർ നമ്മുടെ മുഖത്ത് എത്രത്തോളം കെയർ കൊടുക്കുമോ അത്രയും കെയർ തന്നെ നമ്മൾ ഷുഗർ പേഷ്യൻസ് അവരുടെ കാലിൽ ശ്രദ്ധിക്കണം. അപ്പോൾ കാലിൽ നമുക്ക് മുറിവുകൾ ഉണ്ടായാലും വേദന ഒന്നും അറിയാത്തത് കൊണ്ട് അവർ വളരെ ലേറ്റായിട്ടാണ് എപ്പോഴും മുറിവുകൾ അറിയാറ്. അപ്പോൾ നമ്മൾ കാലുകൾ ഇടയ്ക്കിടയ്ക്ക് ഇൻസ്പെക്ട് ചെയ്യണം, എന്തെങ്കിലും മുറിവുകൾ വരുന്നുണ്ടോ, നിറവ്യത്യാസങ്ങൾ വരുന്നുണ്ടോ, അങ്ങനെ കാലെപ്പോഴും നമ്മൾ സൂക്ഷിച്ചുകൊണ്ടിരിക്കണം. പിന്നെ നമ്മൾ കാല് വാഷ് ചെയ്യണം 2 നേരം, രാവിലെയും വൈകുന്നേരം നന്നായിട്ട് കാല് വാഷ് ചെയ്യുക. പിന്നെ ഷുഗർ പേഷ്യൻസിന് കാലിൽ തഴമ്പ് വരും നന്നായിട്ട്, അത് സാധാരണ ആൾക്കാരിനെക്കാളും കൂടുതലായിട്ട് അവർക്ക് തഴമ്പ് വരും. അപ്പം നല്ല രീതിയിൽ തഴമ്പ് വരുവാണെങ്കിൽ അത് ഒരു സർജനെ കാണിച്ച് ആ തഴമ്പൊക്കെ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് വെക്കണം, ഇല്ലെങ്കിൽ അത് പിന്നീട് ഇൻഫെക്റ്റഡ് ആയി മുറിവായി മാറിയേക്കാം. പിന്നെ നമ്മൾ ഡയബറ്റിക് ഫുഡ് വെയർസ് ഉപയോഗിക്കണം. അതായത് ഡയബറ്റിക് ഷുഗർ പ്രമേഹ രോഗികൾക്ക് പ്രത്യേകതരം ചെരുപ്പുകളുണ്ട്, മൈക്രോസെല്ലോസ് റബ്ബറൊക്കെ എന്ന് പറഞ്ഞാൽ MCRൽ ചെരുപ്പുകളുണ്ട്. അപ്പോൾ അത് യൂസ് ചെയ്യണം. അത് എല്ലാ ഷുഗർ പേഷ്യൻസും യൂസ് ചെയ്യണമെന്നില്ല, പക്ഷേ ഈ പറഞ്ഞ പോലെ ന്യൂറോപ്പതി അതായത് മരവിപ്പ് അല്ലെങ്കിൽ വാസ്കുലോപ്പതി അതായത് രക്തക്കുഴലൊക്കെ ബ്ലോക്കായി അങ്ങനത്തെ ഡിഫോമിറ്റി അങ്ങനെയുള്ള രോഗികൾ നിർബന്ധമായിട്ടും ഡയബറ്റിക് ഫുഡ് വെയർ ഉപയോഗിക്കണം. അതും 2 ജോഡി എല്ലാവർക്കും വേണം, ഒരെണ്ണം വീടിനകത്ത് ഉപയോഗിക്കാനും പിന്നെ ഒരെണ്ണം വീടിന് പുറത്ത് ഉപയോഗിക്കാനും. അങ്ങനെ നമ്മൾ ഡയബറ്റിക് ഫുഡിൻ്റെ നല്ലൊരു കെയർ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ മുറിവുകൾ ഉണ്ടാവാതെയും മുറിവിൽ ഇൻഫെക്ഷൻ വരാതെയും അത് പിന്നീട് കാല് മുറിച്ചു മാറ്റേണ്ട അവസ്ഥയിലേക്ക് വരാതെയും നമുക്ക് തടയാൻ പറ്റും.